തീരദേശ ഹർത്താൽ പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും തീരദേശ ജനതയുടെ അവരുടെ ജീവിത മാർഗം നഷ്ടപ്പെടുത്തുന്നതിനെതിരെ കൂടിയാണ് വലിയ രീതിയിലുള്ള ഹർത്താൽ സംസ്ഥാന വ്യാപകമായി തന്നെ പുരോഗമിക്കുകയാണ്. ഇനി ആലപ്പുഴ തോട്ടപ്പള്ളി ഹാർബറിലെയും ഒപ്പം തന്നെ കോഴിക്കോട് പുതിയാപ്പ ഹാർബറിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. യു ഷൈജുവും ഒപ്പം തന്നെ സലാം മുഹമ്മദും വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആദ്യം യു ഷൈജുവിലേക്കാണ്. ഷൈജു, തോട്ടപ്പള്ളി ഹാർബറിൽ ഇത് എങ്ങനെയാണ് കാര്യങ്ങൾ? ഹർത്താൽ അത് പൂർണ്ണമായി തന്നെ നടപ്പാക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള തൊഴിലാളി നേതാക്കൾ പറയുന്നത്? ജിൽസി, പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു ആലപ്പുഴയിലെ തീരപ്രദേശം എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന തോട്ടപ്പള്ളി ഫിഷിംഗ് ഹാർബറിൽ ഏതാണ്ട് എല്ലാ വള്ളങ്ങളും, ചെറിയ പരമ്പരാഗത വള്ളങ്ങളടക്കമുള്ള ഏതാണ്ട് എല്ലാ വള്ളങ്ങളും ഒരു വള്ളം പോലും കടലിൽ പണിക്ക് പോകാതെ സ്തംഭിച്ചിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. കാരണം വള്ളങ്ങൾ നിരന്ന് കിടക്കുകയാണ്. ഈ തീരത്തോളം സ്തംഭ എത്തിയിട്ടില്ല. ഫിഷറി സ്റ്റേഷൻ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പലതരം ഈ ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട് പലതരം കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഒരാൾ പോലുമില്ല. രാവിലെ തൊഴിലാളികളൊക്കെ ഒത്തുകൂടിയെങ്കിലും നമ്മളുടെ രാവിലെ തത്സമയ പരിപാടിയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ആളുകളൊന്നും തന്നെയില്ല. 10 മണിക്ക് ശേഷമാണ് ഇവർ പ്രതിഷേധ പരിപാടികളുമായി രംഗത്തിറങ്ങുക. പ്രകടനം, പൊതുസമ്മേളനം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ഈ അരൂര് മുതൽ വലിയഴീക്കൽ വരെയുള്ള പ്രദേശത്ത് 13 സ്ഥലങ്ങളിലാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഖനന വിരുദ്ധ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വൈകുന്നേരം 4:30 വരെ പ്രത്യേക പരിപാടി, അങ്ങനെ 14 പരിപാടികളാണ് ഉള്ളത്. ഈ പരിപാടികളിൽ LDF-ന്റെയും UDF-ന്റെയും MLA-മാരൊക്കെ തന്നെയും പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. PP ചിത്തരഞ്ജനാണ് ഒരു സ്ഥലത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. H സലാം, രമേശ് ചെന്നിത്തല അടക്കമുള്ള നിരവധി ആളുകൾ നിരവധി സ്ഥലങ്ങളിൽ പങ്കെടുക്കുന്ന പരിപാടികളാണ് നടക്കുന്നത്. ആ അർത്ഥത്തിൽ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം തീരദേശ ഹർത്താൽ സമ്പൂർണ്ണമാണ് എന്ന് പറയേണ്ടി വരും. ഞാൻ നിൽക്കുന്ന തോട്ടപ്പള്ളിയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് കടൽമണൽ ഖനനം മാത്രമല്ല, കരിമണൽ ഖനനവും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇക്കാര്യത്തിൽ CPM-ന് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും ഈ സമരത്തിൽ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി അവർ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കടൽമണൽ ഖനനവും കരിമണൽ ഖനനവും ഒക്കെ ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ്. മണ്ണെണ്ണയടക്കമുള്ള തീരദേശവാസികളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളടക്കം നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരമാണ്. ആലപ്പുഴ ജില്ലയിൽ സമ്പൂർണ്ണ സ്തംഭനം തീരദേശത്തുണ്ടായി എന്ന് തന്നെ നമുക്ക് പറയാം. ജിൽസി, ആലപ്പുഴ തോട്ടപ്പള്ളി ഹാർബറിൽ നിന്നുള്ള വിവരങ്ങൾ നോക്കുമ്പോൾ അവിടെ സമ്പൂർണ്ണമായി മത്സ്യമേഖല സ്തംഭിച്ചിരിക്കുകയാണ്. ഇനി 10 മണി മുതൽ പ്രതിഷേധ മാർച്ച് അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ സംഘടനാ നേതാക്കൾ കടക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് യു ഷൈജു നൽകിയത്.